Good morning, students. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ തുടക്കമാണ്. ഇവിടെ നമ്മുടെ 3-4 വീഡിയോകളിൽ നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ അപ്ലിക്കേഷൻ എന്താണ് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാക്സിമ മിനിമയാണ്. മാക്സിമ മിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം ഉണ്ടാകുന്നത്, ഏതൊക്കെ തരം മാക്സിമകളുണ്ട്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ മിനിമം വാല്യൂ എടുക്കുന്നത്, ഏതൊക്കെ തരം മിനിമം വാല്യൂസ് ആണുള്ളത്, അതെങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊക്കെയാണ് ഡെറിവേറ്റീവ് കൊണ്ടുള്ള ഉപയോഗം. ഒരു ഫംഗ്ഷനെ മീൻസ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഡെറിവേറ്റീവ് ഫംഗ്ഷനെ സംബന്ധിച്ച് പറയുന്നതാണ്. അപ്പോൾ ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡെറിവേറ്റീവ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഫംഗ്ഷന്റെ ബിഹേവിയറിനെ കുറിച്ച്, ഫംഗ്ഷന്റെ ഗ്രാഫിനെ കുറിച്ച്, കോൺകേവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഡെറിവേറ്റീവ് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവിന്റെ ഹെൽപ്പോടുകൂടെ ആ ഫംഗ്ഷന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട വളരെ ബേസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മാക്സിമ മിനിമ. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം എടുക്കുന്നത്, എപ്പോഴാണ് മിനിമം എടുക്കുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് പ്രോബ്ലംസ് ഒന്നുമില്ല, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഡെഫിനിഷനും 2 ചെറിയ തിയറംസും ആണുള്ളത്. പ്രോബ്ലംസ് അടുത്ത ക്ലാസ് മുതലൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് തിയറി വീഡിയോ ആണ്. ഇന്ന് തിയറി കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ തിയറി തന്നെ പഠിക്കാമെന്നുള്ളവർ ജസ്റ്റ് ഇത് കാണണമെന്നില്ല. പ്രോബ്ലംസ് അല്ല, ഒരു 2 തിയറമാണ്. ഒരു തിയറത്തിന്റെ പ്രൂഫ് ആവശ്യമില്ല, രണ്ടാമത്തെ തിയറത്തിന്റെ പ്രൂഫ് ആവശ്യമുണ്ട്. ആ പ്രൂഫ് ഞാൻ ഇന്ന് എടുക്കുന്നതായിരിക്കും. അതിന് മുന്നേ മിനിമയുടെയും മാക്സിമയുടെയും ഡെഫിനേഷൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ suppose y equal f of x be a function that is represented graphically in an interval in an open interval pq as below. pq എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഗ്രാഫ് ആണ് ഈ കാണുന്നത്. ഒരു ആർബിട്രറി ഫംഗ്ഷൻ ആണ് ഇത്. ഏതാണ് ഫംഗ്ഷൻ എന്ന് നമുക്കറിയില്ല. സപ്പോസ് ഇങ്ങനെയാണ് പി ക്യു എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ചിലപ്പോൾ വല്ലാതെ താഴ്ന്നു പോയിട്ടുണ്ട്, ചിലപ്പോൾ വല്ലാതെ മുകളിലേക്ക് പോയിട്ടുണ്ട്, ചിലപ്പോൾ ചെറിയ തോതിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണുകളുണ്ട്. ഈ ഫിഗർ വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം മിനിമം എന്താണ് എന്ന് പറയാനായിട്ട്. മാക്സിമം മിനിമം 4 തരത്തിലാണ് നമ്മൾ പറയുക. 2 തരം മാക്സിമം ഉണ്ട്, 2 തരം മിനിമം ഉണ്ട്. അതായത് അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, അതേപോലെ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. അബ്സല്യൂട്ടും ലോക്കലും, അബ്സല്യൂട്ട് മാക്സിമയും അബ്സല്യൂട്ട് മിനിമയും, ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും. അപ്പോൾ അതിന്റെ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾ അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഡെഫിനേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ ഡെഫിനേഷൻ പറയാതെ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഡെഫിനേഷൻ പറയുമ്പോൾ പക്ഷേ ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ അബ്സല്യൂട്ട് മാക്സിമം എന്താണ്, അബ്സല്യൂട്ട് മിനിമം എന്താണ്, ലോക്കൽ മാക്സിമം എന്താണ്, ലോക്കൽ മിനിമം എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. Now let f be a function whose domain is D. ഇവിടെ പി ക്യു ആണ് നമ്മുടെ ഡൊമൈൻ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് പി ക്യു എന്ന് പറയുന്നത്, ഇവിടെ ഡി എന്ന് പറയുന്നത് പി ക്യു ആണ്. സി ഇസ് എ പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മാക്സിമ ഓഫ് എഫ് ഓൺ ഡി. തന്നിട്ടുള്ള ഡൊമൈനിൽ സി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമയുടെ പോയിന്റ് ആവണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി. ആ തന്നിട്ടുള്ള ഡൊമൈനിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. എഫ് ഓഫ് എക്സ് ഏത് പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാലും, അത് ആ ഡൊമൈനിൽ ഏത് പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചാലും, ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിച്ചാലും, അത് എഫ് ഓഫ് സി എന്ന് പറയുന്ന സിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂനേക്കാൾ ചെറുതാണ് എങ്കിൽ we say that c is a point of absolute maxima. എക്സാമ്പിൾ നോക്കി അറിയാം. ഇവിടെ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ. ബി എന്ന് പറയുന്ന പോയിന്റ് മറ്റെല്ലാ പോയിന്റുകളിലുള്ള ഫംഗ്ഷന്റെ വാല്യൂനേക്കാൾ ഏറ്റവും മീതെ നിൽക്കുന്നതാണ്. എക്സ് ഈക്വൽ ടു ബി. എക്സാമ്പിൾ ഈ ഫിഗർ നോക്കിയിട്ട് എക്സ് ഈക്വൽ ടു ബി. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ മറ്റ് എല്ലാ പോയിന്റുകളും ഈ പി ക്യു എന്ന് പറയുന്ന ഡൊമൈനിൽ, ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ പി ക്യു ആണ്, പി ക്യു എന്ന് പറയുന്ന ഡൊമൈനിൽ മറ്റേത് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാലും അത് ഈ വാല്യൂനേക്കാൾ, ഇവിടുത്തെ ഈ ബിയിലുള്ള വാല്യൂനേക്കാൾ ചെറുതേ ആവുകയുള്ളൂ. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ്, ഇവിടെ സി ബി ആണ് വരിക, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ഡി. അപ്പോൾ ബി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമയാണ്, ഏറ്റവും വലിയ വാല്യൂ ആണ്. തന്നിട്ടുള്ള ഡൊമൈനിൽ ആ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂനെയാണ് അബ്സല്യൂട്ട് മാക്സിമ. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് അങ്ങനെ ഏറ്റവും വലിയ വാല്യൂ എടുക്കുന്നത് എങ്കിൽ ബി ഇസ് എ പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മാക്സിമ. വാക്കുന്നതിന് മനസ്സിലാക്കുക, അബ്സല്യൂട്ട് ഏറ്റവും വലുത്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് മാക്സിമ, ഏറ്റവും വലിയ ഫംഗ്ഷന്റെ വാല്യൂ ആണ്. അതന്നെയാണ് ഈ അബ്സല്യൂട്ട് മാക്സിമം. അപ്പൊ അബ്സല്യൂട്ട് മാക്സിമയില് ഫംഗ്ഷന്റെ വാല്യൂ ആ ഡൊമൈനിലുള്ള മറ്റേത് പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂവിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും. അതായത് ആ ഡൊമൈനിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഈ അബ്സല്യൂട്ട് ബി എന്ന് പറയുന്ന പോയിന്റിനേക്കാൾ ചെറുതാണ്. എല്ലാം ബി എന്ന് പറയുന്നുള്ള ഫംഗ്ഷന്റെ വാല്യൂവിനേക്കാൾ ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ
B is a point of absolute maxima in this case of this function. ഇതിന്റെ നേരെ വിപരീതമാണ് അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മിനിമ ഏറ്റവും ചെറിയ വാല്യൂ. C is a point of absolute minima in D if f of x greater than or equal to f of c for all x element of D. ആ ഡൊമൈനിലുള്ള ഏത് പോയിന്റിലുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനേക്കാൾ വലുതായിരിക്കും? ഈ ഒരു പ്രത്യേക പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിലുള്ളതിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് ഏറ്റവും ആ ഡൊമൈനിലുള്ള ഫംഗ്ഷന്റെ വാല്യൂകളിൽ ഏറ്റവും ചെറുതാണ്. മറ്റേത് പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ആ ഡൊമൈനിലെ മറ്റേത് പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എടുത്താലും ഈ എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിലുള്ള എഫ് ഓഫ് സിയേക്കാൾ വലുതാണ് വരിക. അങ്ങനെ വരുമ്പോൾ അത് അബ്സല്യൂട്ട് മിനിമയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഡി എന്ന് പറയുന്നത് ഏറ്റവും അടിയിൽ കിടക്കുന്നതാണ്. ഫംഗ്ഷന്റെ വാല്യൂ ഏറ്റവും കുറവാണ് ഇവിടെ. ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷന്റെ വാല്യൂസ്. എഫ് ഓഫ് എക്സ് വരുന്ന ഈ ഗ്രാഫാണ്. ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെയാണ് ഫംഗ്ഷന്റെ വാല്യൂ കിടക്കുന്നത്. ഇതാണ് മറ്റെല്ലാ പോയിന്റിലുള്ള വാല്യൂവിനേക്കാൾ ഫംഗ്ഷന്റെ വാല്യൂ ഡി എന്ന് പറയുന്ന പോയിന്റിൽ കുറവാണ്. അപ്പോൾ ഡി ഇസ് എ പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മിനിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഇസ് എഫ് ഓഫ് ടി എന്നും പറയും. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഇസ് എഫ് ഓഫ് ബി, absolute minimum value is f of d. D is a point of absolute minima. D എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ആ ഫംഗ്ഷന് ഏറ്റവും ചെറിയ വാല്യൂ വരിക ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡൊമൈൻ പി ക്യൂ. ഇവിടെ പി ക്യൂ ആണ് ഡൊമൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡൊമൈനുകൾ നമുക്ക് പോയിന്റുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ രണ്ട് ടേംസ് ആണ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. അപ്പോൾ എന്താണ് ലോക്കൽ മാക്സിമ എന്നുള്ളത് നോക്കാം. സി ഒരു ഇന്റീരിയർ പോയിന്റിലാണ് നമ്മൾ ലോക്കൽ ബിഹേവിയർ പറയുക. ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ഇവിടെ നോക്കിയാൽ അറിയാം, ലോക്കൽ ഈ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിൽ അതിന്റെ അടുത്ത് കിടക്കുന്ന പോയിന്റുകൾ, സിയുടെ അപ്പുറത്തിപ്പുറത്തും കിടക്കുന്ന പോയിന്റുകളെ സംബന്ധിച്ച് ഫംഗ്ഷനിൽ സിയുടെ വാല്യൂ കൂടുതലാണ്. ഗ്രാഫിക്കലി വന്നിട്ടുള്ളത്. അപ്പോൾ സിയുടെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുത്താൽ എഫ് ഓഫ് സിയേക്കാൾ കുറവാണ് വാല്യൂ വരിക. സിയുടെ ഇപ്പുറത്ത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് സിയേക്കാൾ കുറവാണ് വാല്യൂ. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കൂടുതലാണ്. എന്തിനെ സംബന്ധിച്ച്? അതിന് ചുറ്റുവട്ടത്ത് കിടക്കുന്ന പോയിന്റുകളെ സംബന്ധിച്ച് സിയിലെ ഫംഗ്ഷന്റെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ ആ പോയിന്റിനെയാണ് നമ്മൾ ലോക്കൽ മാക്സിമ, ലോക്കൽ അറേഞ്ച്മെന്റ് ആണത്, ലോക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ബിഹേവിയർ ആണ്. ലോക്കലി നോക്കുമ്പോൾ ഒന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു വാല്യൂ ആണ് എങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ലോക്കൽ മാക്സിമ. ആൻഡ് ആ പോയിന്റിലുള്ള വാല്യൂ ലോക്കൽ മാക്സിമം വാല്യൂ എന്നും പറയും. അതാണ് നമ്മുടെ അടുത്ത ഡെഫിനിഷൻ. സി an interior point C is a point of local maxima if f of x less than or equal to f of c for all x in some open interval containing C. സി കണ്ടെയ്ൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആണ്, തിയറത്തിൽ ആവശ്യമുള്ളതാണ്. സി എന്ന് പറയുന്ന ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ആണ് എങ്കിൽ, അതായത് ഇതിന് ചുറ്റും ഈ പോയിന്റിന് ചുറ്റും ചെറിയൊരു സർക്കിൾ വരഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിനുള്ളിൽ ഫംഗ്ഷന്റെ വാല്യൂ എടുത്ത് നോക്കുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോഴാണ് സി എന്ന് പറയുന്നതിനെ ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. അതിന്റെ നേരെ വിപരീതമാണ് ലോക്കൽ മിനിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ലോക്കൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അതായത് സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ഇൻ ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും. സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ഇൻ ഡി if f of x greater than or equal to f of c for all x in some open interval containing c. a എന്ന് പറയുന്ന പോയിന്റ് നോക്കിയാൽ മതി. a എന്ന് പറയുന്ന പോയിന്റിൽ ചെറിയ വാല്യൂ ആണ്, ഏറ്റവും ചെറിയ വാല്യൂ അല്ല, പക്ഷേ a എന്ന് പറയുന്ന പോയിന്റിൽ അതിന് ചുറ്റുവട്ടത്ത് കിടക്കുന്ന പോയിന്റിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയുടെ ഫംഗ്ഷന്റെ വാല്യൂ ചെറുതാണ്. എയുടെ ഇപ്പുറത്ത് കിടക്കുകയാണെങ്കിലും ഇപ്പുറത്ത് എടുക്കുന്ന പോയിന്റ് ആണെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ കൂടുതലാണ്. എയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പോയിന്റ് ആണെങ്കിലും ഫംഗ്ഷന്റെ വാല്യൂ എയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ലോക്കലി നോക്കുമ്പോൾ എയില് ആ ഫംഗ്ഷന് ചെറിയ മിനിമം വാല്യൂ ആണ്. അതാണ് ഈ ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. പക്ഷേ അബ്സല്യൂട്ട് മിനിമം അതല്ല, അബ്സല്യൂട്ട് മിനിമം ഡി ആണ്. എല്ലാ പോയിന്റുകളും വെച്ച് നോക്കുമ്പോൾ മിനിമം വാല്യൂ അവിടെയാണ് അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത്. എല്ലാ പോയിന്റും വെച്ചിട്ട് നോക്കുമ്പോൾ മാക്സിമം വാല്യൂ, അതാണ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പൊ ഈ 4 ഡെഫിനിഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. അബ്സല്യൂട്ട് മിനിമം, അബ്സല്യൂട്ട് മാക്സിമം ബുദ്ധിമുട്ടില്ല. ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വാല്യൂ തന്നിട്ടുള്ള ഡൊമൈനിലെ ഫംഗ്ഷനിലെ ഏറ്റവും വലിയ വാല്യൂ ഏത് പോയിന്റിലാണുള്ളത്, ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മാക്സിമ. ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമമാണ് പ്രശ്നം സംശയം വരുന്നത്. ലോക്കൽ മാക്സിമ എന്ന് പറയണമെങ്കിൽ ഒരു സർക്കിൾ പറയാം. സി എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു സർക്കിൾ അല്ല, ഒരു ഇന്റർവെൽ, ഓപ്പൺ ഇന്റർവെൽ എടുക്കുക. സർക്കിൾ ആകുമ്പോൾ 3 ഡയമെൻഷൻ വരും. ഒരു ഓപ്പൺ ഇന്റർവെൽ എടുക്കുക. ഓപ്പൺ ഇന്റർവെൽ സിയുടെ അപ്പുറത്തും കിടക്കുന്ന പോയിന്റുകളെ വെച്ച് നോക്കുമ്പോൾ സിയിലെ ഫംഗ്ഷന്റെ വാല്യൂ കൂടുതലായിരിക്കും. അതിനെയാണ് ലോക്കൽ മാക്സിമ അറ്റ് സി എന്ന് പറയുന്നത്. ലോക്കൽ മിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ അപ്പുറത്തും കിടക്കുന്ന പോയിന്റുകൾ വെച്ച് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൽ വാല്യൂ കുറവായിരിക്കും, ഫംഗ്ഷന്റെ വാല്യൂ കുറവായിരിക്കും. തൊട്ടപ്പുറത്തും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉള്ള പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ കൂടുതലാണ് എഫ് ഓഫ് സിയേക്കാൾ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ, എഫ് ഓഫ് സി ഈസ് ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയും. അപ്പൊ ഇതാണ് ഈ ഫിഗർ
ഓർത്ത് വെച്ചിട്ട് ഇതൊരു റാൻഡം ഒരു ആർബിട്രറി ഫിഗർ ആണ്. ഏതാ ഫംഗ്ഷൻ എന്നൊന്നും നമുക്കറിയില്ല. ഒരു ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാനായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ വാല്യൂവിനെ അബ്സല്യൂട്ട് എന്ന് പറയുന്നു. ലോക്കൽ ആയിട്ടുള്ള തന്നെ ലോക്കൽ, മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും. അതാണ് ഫിഗർ വെച്ചിട്ട് നിങ്ങൾ ഈ 4 ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. These definitions of local extremas can also be extended to the endpoints of the given domain. ഇതേപോലെ തന്നെ എൻഡ് പോയിന്റുകൾ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. എങ്കിലും കുഴപ്പമില്ല, ആവശ്യമുള്ളപ്പോൾ നമുക്കത് പറയാം. ഇതേ ഡെഫിനിഷൻ എൻഡ് പോയിന്റുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് എൻഡ് പോയിന്റുകളാകുമ്പോൾ ഈ എൻഡ് പോയിന്റ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കേണ്ട ആവശ്യമില്ല, റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് മാത്രം നോക്കിയാൽ മതി. ഈ എൻഡ് പോയിന്റ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി. റൈറ്റ് സൈഡ് നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ ഡെഫിനിഷനെ എൻഡ് പോയിന്റുകളിലേക്ക് ഒന്ന് മാറ്റി ഡിഫൈൻ ചെയ്താൽ മതി. എൻഡ് പോയിന്റുകളാകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ that is the definition of local maxima, local minima, absolute maxima and absolute minima. ബേസിക് ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ, മാക്സിമം മിനിമയുടെ ഡെഫിനിഷൻ എത്രയേ ഉള്ളൂ. ഫിഗർ ഓർക്കുക, ആ ഐഡിയ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. എന്നാലേ ഇനി വരുന്ന തിയറങ്ങളൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. Now I am going to prove state 2 theorems. ആദ്യത്തെ തിയറം വളരെ വലുതാണെന്നാണ് നിങ്ങളുടെ ബുക്കിലത്തെ. പ്രൂവ് ചെയ്യാൻ ഒരുപാട് എക്സ്ട്രാ വേണം. അത് UG ലെവലിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത തിയറമാണെന്നാണ് ബുക്കുകൾ പറയുന്നത്. അത് PG ലെവലിലേക്കുള്ള മാറ്റി PG പഠിക്കുന്നവർക്കത് അപ്പോൾ പ്രൂഫ് പഠിക്കാം. രണ്ടാമത്തെ തിയറം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു പ്രൂഫാണ്. ശ്രദ്ധിച്ചിരുന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാവുന്ന ഒരു പ്രൂഫാണ്. സെക്കൻഡ് തിയറം നമുക്ക് എടുക്കാം. സോ ഫസ്റ്റ് തിയറം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വാല്യൂ തിയറം എന്നാണ് അതിന് പറയുന്നത്. നിങ്ങളുടെ സിലബസിൽ എക്സ്ട്രീം വാല്യൂ തിയറം എന്നാണ് അതിന് പറയുന്നത്. അതായത് ലെറ്റ് f of x be continuous on a closed interval AB. AB എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ f of x കണ്ടിന്യൂസ് ആണ്. then f of x assumes both absolute maxima and absolute minima at some point in AB. അപ്പോൾ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ AB എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ AB എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാകും. AB എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിന് അബ്സല്യൂട്ട് മിനിമം ഉണ്ടാകും എന്നാണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയാൽ മാത്രം മതി. കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആവാന്ന് പറഞ്ഞാൽ A മുതൽ B വരെ നമുക്ക് കൈയെടുക്കാതെ വരാൻ സാധിക്കണം. നമുക്ക് ആലോചിച്ച് അറിയാവുന്നതാണ്. കൈയെടുക്കാതെ വരാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് എന്തെങ്കിലും ഒരു മാക്സിമം വാല്യൂ, ഫംഗ്ഷൻ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഉണ്ടാവും. ചിലപ്പോൾ രണ്ടും സെയിം ആവാം, പറയാൻ സാധിക്കില്ല. അപ്പോൾ ഏത് ക്ലോസ്ഡ് ഇന്റർവെൽ എടുത്താലും അതിലൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഫംഗ്ഷന് മാക്സിമം വാല്യൂ, അബ്സല്യൂട്ട് മാക്സിമം ഏറ്റവും വലിയ വാല്യൂ ഉണ്ടാകും. ആ ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷന് അബ്സല്യൂട്ട് മിനിമം ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടാകും. അതായത് there exists x1, x2 element of AB such that f of x1 greater than or equal to f of x, f of x1 equal to m greater than or equal to f of x for all x element of AB. Absolute maxima അതാണ് f of x1 greater than or equal to f of x for all x element of AB. ABയിലത്തെ ഏത് പോയിന്റ് എടുത്താലും x1 ല് അതിന് മാക്സിമം വാല്യൂ ഉണ്ടാവും. x1 ആയിരിക്കും അതിനേക്കാൾ വലുത്. f of x1 ആയിരിക്കും x1 ഉള്ള വാല്യൂ ആയിരിക്കും മറ്റേത് പോയിന്റിലുള്ള വാല്യൂവിനേക്കാൾ വലുതുണ്ടാവുക. അതായത് f of x1 greater than or equal to f of x for all x element of AB. അതേപോലെ f of x2 absolute minima, f of x2 less than or equal to f of x for all x element of AB. അങ്ങനെ x1 x2 എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എക്സ്ട്രീം വാല്യൂ തിയറം പറയുന്നത്. പ്രൂഫ് തൽക്കാലത്തിന് UG ലെവലിൽ ഇല്ല എന്നാണ് പറയുന്നത്. പഠിക്കാൻ സാധിക്കില്ല, പഠിപ്പിക്കാൻ സാധിക്കില്ല. അത്രയും ഹയർ ലെവൽ പ്രൂഫ് ആയിരിക്കും. വേറെ ഒരുപാട് എക്സ്ട്രാ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ടാണ് പ്രൂഫ് ഇല്ലാത്തത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർത്താൽ മതി. ഒരു ഫംഗ്ഷൻ ഒരു ഇന്റർവെല്ലിൽ, ഒരു ക്ലോസ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് മാക്സിമം വാല്യൂയും എടുക്കും ഒരു പോയിന്റിൽ, അത് അതേ ഇന്റർവെല്ലിൽ തന്നെ വേറൊരു പോയിന്റിൽ ഒരു മിനിമം വാല്യൂ എടുക്കും എന്നുള്ളത് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് നോക്കാം. സപ്പോസ് f(x) be a function that is differentiable on open interval AB if C is a point of local maxima or local minima on f of f on AB, then f of f dash of C equal to 0. ഇത് വളരെ രസകരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓപ്പൺ ഇന്റർവെൽ AB-യിൽ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാക്സിമയുടെയോ ലോക്കൽ മിനിമയുടെയോ പോയിന്റ് ആണ് എങ്കിൽ f dash of C equal to 0. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പോയിന്റ് അതിൽ കണ്ടിന്യൂസ് ആവും. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. മാക്സിമം മിനിമം ഉണ്ടാവാതിരിക്കില്ല. But anyway, if C is a point of local maxima or local minima of f on AB, then f dash of C equal to 0. അപ്പോൾ AB എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ C എന്ന് പറയുന്ന പോയിന്റിൽ അതിന് മാക്സിമയോ മിനിമയോ ഉണ്ടെങ്കിൽ, ഇവിടുത്തെ പോലെ മാക്സിമയോ മിനിമയോ ഉണ്ടെങ്കിൽ f dash of C ആ പോയിന്റിൽ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്റർവെല്ലിൽ
ഒരു പോയിന്റില് മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയോ അബ്സല്യൂട്ട് മാക്സിമം ആയിക്കോളുന്നില്ല, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടായാൽ മതി. എന്തുണ്ടാവും? ആ പോയിന്റിൽ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഡി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് ലോക്കൽ മാക്സിമയാണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. ഇവിടെ ഈ പോയിന്റിലുള്ള ടാൻജന്റ് പാരലൽ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. പാരലൽ ടു എക്സ് ആക്സിസ് വരുമ്പോൾ ഇതിന്റെ സ്ലോപ്പ് 0 ആയി, അതായത് ഡെറിവേറ്റീവ് 0 ആവും. കൂടുതലേക്ക് ഞാൻ കൺഫ്യൂഷൻ ആകുന്നില്ല, എത്രയോ ഓർത്താൽ മതി. എ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ അതിന് ലോക്കൽ മാക്സിമയോ മിനിമയോ ഉണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി, സി എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത തിയറം പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചിട്ട് കേൾക്കണം, കാരണം വീഡിയോ ആയതാണ് അത്രയും ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, ലെങ്ത് കൂടും വീഡിയോയ്ക്ക്. അതുകൊണ്ട് ഇപ്പോൾ 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് നമുക്ക് തിയറം അവസാനിപ്പിക്കാം. നൗ ലെറ്റ് സി ബി എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ഓൺ എ ബി. സി എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമയോ ലോക്കൽ മിനിമയോ ഉള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് തൽക്കാലത്തിന് ഫോർ ദ സേക്ക് ഓഫ് വിതൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി ഞാൻ എടുക്കുന്നു സി എന്ന് പറയുന്ന പോയിന്റ് എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിലുള്ള ഈ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമ വരുന്ന ഒരു പോയിന്റ് ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന് ലോക്കൽ മാക്സിമ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓർക്കുക, ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ. അപ്പോൾ കൂടാതെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന് ലോക്കൽ മാക്സിമ ഉണ്ട്. ദാറ്റ് മീൻസ് f of x less than or equal to f of c for all x in some open interval containing c. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സി ഉൾപ്പെടുന്ന ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ആ ഫംഗ്ഷൻ. അതായത് f of x less than or equal to f of c for all x in some open interval containing c. ഞാൻ പറഞ്ഞല്ലോ സി എന്ന് പറയുന്ന പോയിന്റിലാണ് ലോക്കൽ മാക്സിമം. അപ്പോൾ സിയിൽ കുറച്ച് കൂടുതലായിരിക്കും, അതിന്റെ അടുത്ത് കിടക്കുന്ന പോയിന്റുകളിലൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ സി ഉള്ളതിനേക്കാൾ കുറവായിരിക്കും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. f of x less than or there exists an open interval in some open interval എന്നാണ്. f of x less than or equal to f of c for all x in some open interval containing c. സിയുടെ അപ്പുറത്തിപ്പുറത്തും ഒരു ചെറിയൊരു ഇന്റർവൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. f of x less than or equal to f of c. That is, there exists a delta greater than 0 such that there exists a delta greater than 0 such that f of x less than or equal to f of c for all x element of c minus delta c plus delta. ഇതാണ് നമ്മുടെ ഓപ്പൺ ഇന്റർവെൽ വരുന്നത് വിചാരിക്കുക. സി, അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് c മൈനസ് ഡെൽറ്റ ആൻഡ് c പ്ലസ് ഡെൽറ്റ. ഇങ്ങനെ ഒരു ഓപ്പൺ ഇന്റർവെൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഒരു ഓപ്പൺ ഇന്റർവെല്ലില്, അതായത് c മൈനസ് ഡെൽറ്റ c പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെല്ലില് f of x less than or equal to f of c ആയിരിക്കും ഒരു ഓപ്പൺ ഇന്റർവെൽ നമുക്ക് കിട്ടും. കാരണം ലോക്കൽ മാക്സിമയാണ്. സിയുടെ അപ്പുറത്തും കിടക്കുന്ന വാല്യൂവിനെ സംബന്ധിച്ച് സിയിലും കൂടുതൽ വാല്യൂ ആണ്. അപ്പോൾ that is f of x minus f of c less than or equal to 0. അപ്പോൾ f of x less than or equal to f of c ആണെങ്കിൽ for all x element of c minus delta c plus delta ആണെങ്കിൽ f of x minus f of c less than or equal to 0. f of x less than or equal to f of c ആണ്. അപ്പോൾ f of x minus f of c less than or equal to 0 for all x element of c minus delta c plus delta. അപ്പോൾ ഈ ഓപ്പൺ ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഓപ്പൺ ഇന്റർവെല്ലിൽ f of x minus f of c less than or equal to 0 ആയിരിക്കും if c is a point of local maxima. സോ അത് ഞാൻ കളിയിൽ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ f of x minus f of c less than or equal to 0 for all x element of c minus delta c plus delta. c കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ c ഉള്ള ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ f of x minus f of c less than or equal to 0 ആയിരിക്കും. അങ്ങനെ ഒരു ഡെൽറ്റ ഓപ്പൺ ഇന്റർവെൽ നമുക്ക് കിട്ടും ലോക്കൽ മാക്സിമം ആയതുകൊണ്ട്. Now നമ്മൾ f dash of c യുടെ ഡെഫിനിഷൻ എടുക്കുകയാണ്. f dash of c equal to limit x tends to c f of x minus f of c divided by x minus c. The derivative definition തന്നെയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് f with respect to the change in x എന്ന് പറയുന്ന പോലെ തന്നെ x ഉം c ഉം f of limit x tends to c. The derivative definition ആണ് limit x tends to c f of x minus f of c. ഇത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ f ആണ്. Divided by x minus c, that is change in x. അപ്പോൾ limit x tends rate of change of f with respect to the change in x. Derivative definition ആണ്, plus 2 definition ആണ്. അപ്പോൾ f dash of c equal to limit x tends to c f of x minus f of c by x minus c. f of x minus f of c limit x tends to c f of x minus f of c by x minus c. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ f dash of c യുടെ വാല്യൂ രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. ഫിഗർ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ f dash of c എന്ന് പറയുന്നതിന്റെ വാല്യൂ രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാനുള്ള. ആദ്യം സപ്പോസ് x element of c c plus delta ഈ ഓപ്പൺ ഇന്റർവെല്ലിൽ x ഇവിടെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. c യുടെയും c plus ഡെൽറ്റയുടെയും ഇടയിലാണ്, c യുടെയും c plus ഡെൽറ്റയുടെയും ഇടയിലാണ് x കിടക്കുന്നത്. അപ്പോൾ if x element of c c plus delta ഇവിടെയാണ് കിടക്കുന്നത്.
then x minus c greater than or equal to 0. അത് ഉറപ്പാണ്, കാരണം x എന്ന് പറഞ്ഞാൽ c യുടെ അപ്പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് c യേക്കാൾ വലുതായിരിക്കും. അപ്പോൾ x minus c greater than or equal to 0 ആയിരിക്കും if c lies in this particular interval. Also f of x minus f of c less than or equal to 0 നമ്മളോട് എഴുതി വെച്ചിട്ടുള്ളതാണ്. ലോക്കൽ മാക്സിമം ആയതുകൊണ്ട് ഈ ഹോൾ ഇന്റർവെല്ലിൽ f of x minus f of c less than or equal to 0 ആണ്. അത് മാറ്റമില്ല, അത് ഏത് x ആണെങ്കിലും f of x minus f of c is less than or equal to 0 in this whole interval. അപ്പോൾ ഈ x ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ x minus c greater than or equal to 0 ആയിരിക്കും. f of x minus f of c less than or equal to 0 ആയിരിക്കും. അത് x എവിടെ കിടക്കുകയാണെങ്കിൽ f of x minus f of c less than or equal to 0 ആയിരിക്കും. അപ്പോൾ f dash of c equal to limit x tends to c f of x minus f of c divided by x minus c. അതിന്റെ സൈൻ എന്തായിരിക്കും? f of x minus f of c less than or equal to 0 ആണ്. x minus c greater than or equal to 0 ആണ്. അപ്പോൾ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. നെഗറ്റീവ് പോസിറ്റീവ് മൈനസ് പ്ലസ്, അപ്പോൾ ആസ് എ ഹോൾ ദിസ് വിൽ ബി നെഗറ്റീവ്. അതായത് f dash of c is less than or equal to 0. അപ്പോൾ x ഈ ഇന്റർവെല്ലിലാണ്, c plus delta എന്ന് പറയുന്ന ഇന്റർവെല്ലിലാണ് കിടക്കുന്നതെങ്കിൽ x minus c greater than or equal to 0 ആണ് always in this particular interval. f of x minus f of c is less than or equal to 0 നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ this fraction f of x minus f of c divided by x minus c ഇത് less than 0 ആണ്, ഇത് greater than 0 ആണ്. പക്ഷേ അപ്പോൾ this as a whole minus into plus, അപ്പോൾ as a whole this will be less than or equal to 0. അപ്പോൾ f dash of c less than or equal to 0. അതാണ് ആദ്യത്തെ വരുന്നത്. Now അടുത്ത കേസ് എടുക്കുന്നത് ഞാൻ x ഇവിടെയാണ് എടുക്കുന്നത് വിചാരിക്കും, c minus delta c, അതായത് c യിൽ താഴെയാണ് x എടുക്കുന്നത് വിചാരിക്കും. അപ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? if x element of c minus delta c then x minus c less than or equal to 0. x c നേക്കാൾ ചെറുതാണ്, അപ്പോൾ x minus c less than or equal to 0 ആയിരിക്കും. ഒബ്വിയസ് ആണ്, x ഇപ്പുറത്താണ്, c യുടെ ഇപ്പുറത്താണ് കിടക്കുന്നത്. x minus c നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. മാത്രമല്ല f of x minus f of c is already less than or equal to 0. അപ്പോൾ f of x minus f of c less than or equal to 0 ആണ്, x minus c less than or equal to 0 ആണ്. അപ്പോൾ f dash of c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ limit x tends to c f of x minus f of c divided by x minus c. ഇത് less than 0 ആണ്, ഇതും less than or equal to 0 ആണ്. നെഗറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് വരുമ്പോൾ this is greater than or equal to 0. അപ്പോൾ f dash of c greater than or equal to 0. ആദ്യം കിട്ടിയത് എന്താണ്? f dash of c less than or equal to 0. 1 ലെ f dash of c less than or equal to 0. 2 ലെ f dash of c greater than or equal to 0. That means what? ഒരു ഇതിൽ ചെയ്യുമ്പോൾ less than or equal to 0 പറയുന്നു, അടുത്ത രീതിയിൽ കണ്ടുപിടിക്കുമ്പോൾ greater than or equal to 0 ആണ്. പക്ഷേ ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ, f dash of c ഒരു വാല്യൂവേ ഉണ്ടാവുകയുള്ളൂ. ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ രണ്ട് വാല്യൂ ഒരിക്കലും ലിമിറ്റ് ഉണ്ടാവില്ല. ഒരു വാല്യൂ less than or equal to 0 ആണ്, മറ്റേ വാല്യൂ greater than or equal to 0 ആണ്. The only possibility is f dash of c equal to 0. കാരണം ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ ഇത് നടക്കില്ല. ഡിഫറൻഷ്യബിൾ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റി ഉള്ളതുകൊണ്ട് f dash of c എന്തായിരിക്കും? equal to 0. അപ്പോൾ c എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ആണെങ്കിൽ, c is a point of local maxima of f on AB, then f dash of c equal to 0. ഇതേപോലെ തന്നെ same proof can be applied if c is a point of local minima. അപ്പോഴും f dash of c equal to 0 ആയിരിക്കും. അത് വേറെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ സിമിലർലി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചെയ്ത് നോക്കാവുന്നതാണ്, സ്വയം ചെയ്ത് നോക്കാവുന്നതാണ്. എക്സ് മൈനസ് സിയിൽ ഈ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സിയിലുള്ള വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വന്നത് അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും. എക്സ് മൈനസ് സി ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെയും എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം പ്രൂവ് ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന പോയിന്റിൽ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലില് സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു മാക്സിമയോ മിനിമയോ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ എ ബി ആണ്. സി ഇൻസൈഡ് എ ബിയിൽ എഫിന് മാക്സിമയോ മിനിമയോ ഉണ്ട്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തിയറം. അപ്പോൾ ഈ ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള മാക്സിമയുടെയും മിനിമയുടെയും ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. പേരിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഇനി കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഫിഗർ വെച്ചിട്ട് വീഡിയോ 1-2 പ്രാവശ്യം കാണുക. അപ്പോൾ അബ്സല്യൂട്ട് നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്, ആവശ്യമുള്ളതാണ്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. അബ്സല്യൂട്ട് മാക്സിമ, അബ്സല്യൂട്ട് മിനിമ, ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമ. പിന്നെ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറയുന്ന ഒരു തിയറം പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു തിയറമാണ് പറഞ്ഞത്. ഈ 2 തിയറങ്ങളും മനസ്സിൽ എപ്പോഴും ഓർക്കണം. ഇതിന്റെ പ്രൂഫ് വേണ്ട, പക്ഷെ തിയറം ഓർക്കണം. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ എപ്പോഴും
അബ്സല്യൂട്ട് മാക്സിമയോ അബ്സല്യൂട്ട് മിനിമയോ അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ തിയറം. രണ്ടാമത്തെ തിയറം പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ അബ്സല്യൂട്ട് മാക്സിമയോ അബ്സല്യൂട്ട് മിനിമയോ ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇതാണ് രണ്ട് തിയറംസ് പറയുന്നത്. അടുത്ത ക്ലാസ്സുകളിലായിട്ട് പ്രോബ്ലംസും തിയറംസും ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. സംശയം വരികയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോസ് കാണുക. ഈ എടുത്ത കാര്യങ്ങൾ അസംഷൻസ് ഒക്കെ ഒന്നും കൂടെ മനസ്സിലാക്കി ഫിഗറൊക്കെ വെച്ച് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. സോ വിൽ സ്റ്റോപ്പ് ഹിയർ. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.